ധന്യവനെ ദൈവമേ, ഇന്നത്തെ ദിവസം വിശേഷ മനസ്സമ്മത ദിവസം ഞങ്ങളെല്ലാവരെയും എനിക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് അനുമോളെയും നിക്കിയുമനെയും എനിക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, അവരുടെ മനസ്സമ്മതം നടക്കുന്ന ഇന്ന് എല്ലാം ഭംഗിയായിട്ട് നടക്കാനും യാതൊരു തടസ്സമില്ലാതെ എല്ലാ കാര്യങ്ങളിലും വിജയം ഉണ്ടാകാനും അവരെ അനുഗ്രഹിക്കണേ, അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണേ. അവർ യാത്ര ചെയ്യുന്ന വാഹനത്തെ എല്ലാം എനിക്ക് സമർപ്പിച്ച് അവരുടെ എത്തുന്ന സുരക്ഷിതമായിട്ട് എത്തിച്ചേരണം. ഈശോയെ, അനുമോളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ മാതാപിതാക്കളെ കാത്തുകൊള്ളണേ. ഈശോയെ, എല്ലാവരെയും ഇന്നത്തെ സന്തോഷം പങ്കിടാൻ എല്ലാവരെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ചേച്ചിയും ചേട്ടനും ഇല്ലാത്തതിൻ്റെ കുറവ് ഞങ്ങൾക്കുണ്ട്. എങ്കിലും അവർ സ്വർഗത്തിലിരുന്ന് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ ചേച്ചിയോടും ചേട്ടനോടും അപേക്ഷിക്കുകയാണ്, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇവരെ അനുഗ്രഹിക്കണേ. ഈശോയെ, നാളെ പരിശുദ്ധാത്മാ ദിവസമാണല്ലോ. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ. കർത്താവയുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണം. സന്തോഷകരമായിട്ടൊരു ജീവിതം ഇവർക്ക് കാഴ്ചവെക്കണം. കർത്താവെ അനുഗ്രഹിക്കണേ. മാതാവെ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളെപ്പോഴും പ്രതീക്ഷിക്കുന്നു. ഞങ്ങളെ അമ്മയുടെ നീലക്കാപ്പയ്ക്കുള്ള ഈ കുഞ്ഞുങ്ങളെ പൊതിഞ്ഞു കൊള്ളണേ. മക്കളെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആവണം. സ്വസ്തികർത്താവിലൂടെ സ്ത്രീകളിലാണ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മാതാവേ, കർത്താവിൻ്റെ സംരക്ഷണം, അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ മറച്ചുകൊള്ളും. മഹാമാരിയെ പേടിക്കേണ്ട. എങ്കിലും
അത്യുന്നതനെ വാസമർപ്പിച്ചു. നിനക്കൊരു ഉണ്മയും ഭവിക്കുകയില്ല. മരണത്വവും നിന്റെ കൂടാരത്തെ സംഭവിക്കാൻ നിന്റെ വഴികളിൽ നിന്നെ കാത്തുപരിപാലിക്കാൻ നിന്റെ ദൂതന്മാരോടെ പിടിക്കും. നിന്റെ പാദങ്ങളിൽ പരാതിക്കാൻ അവർ എന്നെ കയ്യിൽ നിർവഹിച്ചു. സിംഹത്തിനെയും നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും പിടിക്കും. അവൻ നേരത്തിൽ എന്നോട് ഒട്ടിരിക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവന്റെ കടക്കഥയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചപ്പെടുത്തുകയും അവന് തിരികെയും ചെയ്യും. എന്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വിടരുത്, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. അതുകൊണ്ടാൽ രാജ്യവും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും
അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ആദിയിൽ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും സ്നേഹകൂട്ടായ്മയ്ക്കും മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനുമായി അവരെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്ത അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. പൂർവ്വപിതാവായ ഇസ്ഹാക്കിനെയും അവൻ്റെ ജീവിത പങ്കാളിയാകാൻ തിരഞ്ഞെടുത്ത റെബേക്കയെയും അനുഗ്രഹിച്ച കർത്താവേ, വിവാഹവാഗ്ദാനത്തിനായ തിരുമുമ്പിൽ അണിഞ്ഞിരിക്കുന്ന അങ്ങയുടെ ദാസരെ സ്വതന്ത്ര മനസ്സോടും തികഞ്ഞ സന്തോഷത്തോടും കൂടെ വിവാഹവാഗ്ദാനം നടത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നീക്കും. കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിയുവിൻ. ഇസ്ഹാക്കിന് ഭാര്യയെ കണ്ടെത്താൻ വഴിയൊരുക്കിയ കർത്താവേ, വിവാഹവാഗ്ദാനത്തിൽ അണിഞ്ഞിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. കർത്താവിൽ ആശ്രയിക്കുന്നവരെല്ലാം ഭാഗ്യവാന്മാരാകുന്നു. ധനികർ ദരിദ്രരാകാം, വിശുദ്ധ മലയാം. കർത്താവിനെ തേടുന്നവർക്കോ നന്മകൾക്കൊന്നും കുറവുണ്ടാവുകയില്ല. മക്കളെ വന്ന് കേൾക്കുവിൻ, ദൈവഭയം നിങ്ങളെ ഞാൻ അഭ്യസിപ്പിക്കാം. ജീവിതം ഇഷ്ടപ്പെടുകയും നല്ല ദിനങ്ങൾക്കായി കാംക്ഷിക്കുകയും ചെയ്യുന്നുവോ എങ്കിൽ തിന്മയിൽ നിന്ന് ആവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരത്തെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. അകൃത്യത്തിൽ നിന്ന് അകന്ന നന്മ ചെയ്യുവിൻ, സമാധാനം തേടി അതിനെ പിന്തുടരുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ. ഇസ്ഹാക്കിന്റെ ഭാര്യയെ കണ്ടെത്താൻ വഴിയൊരുക്കിയ കർത്താവേ, വിവാഹ വാഗ്ദാനത്തിൽ അണിഞ്ഞിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെ നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്തിനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സകലത്തിൻ്റെ നാഥ, എൻ്റെ കർത്താവേ, നിശ്ചയമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഏർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ നീക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവാ ദൈവമേ, ഞങ്ങളുടെ ജീവിതായകവും ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഭരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരമാണങ്ങെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താൽ നിനക്കെടുത്താൽ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നീക്കും. നമുക്ക് സിദ്ധാറിൽ നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. പരിശുദ്ധ യോഹന്നാൻ അറിയിച്ച കർത്താവിശ്വമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ ഇവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാകുന്നു എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അത്രയും സ്നേഹം നിറഞ്ഞ ജോസച്ച, പ്രിയമുള്ള ജസ്റ്റിനച്ച, അത്രയും സ്നേഹം നിറഞ്ഞ ബിനോയച്ച, പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വിവാഹം എന്ന കൂതാശയിൽ ഒന്നാകാൻ വേണ്ടി ഒരുങ്ങുന്ന എനിക്ക് അനു,
നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ നിമിഷം നേരുകയാണ്. എനിക്ക് 5 വർഷമായിട്ട് പരിചയമുണ്ട്. ദേവാലയത്തിൽ വരികയും പ്രാർത്ഥിക്കുകയും കരങ്ങൾ കൂപ്പി നിൽക്കുന്ന എനിക്ക് പലപ്പോഴൊക്കെ ഞാൻ കാണാറുണ്ട്. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിത്വമാണ്, മകനാണ്. ഒത്തിരി സന്തോഷമുണ്ട്. അനുവിനും എല്ലാവിധ ആശംസകളും പ്രത്യേകമായിട്ട് അനുഗ്രഹങ്ങളും നേരുകയാണ്. 2 വാക്ക് പറയാൻ വേണ്ടി പറഞ്ഞു. കാരണം പ്രത്യേകിച്ച് അങ്ങനെ ഒരുങ്ങിയിട്ടൊന്നുമില്ല. എന്നാലും ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് അനുഗ്രഹങ്ങളും ആശംസകളും നേരുകയാണ്. ഈ വിവാഹ നിശ്ചയത്തിന് ഒരുങ്ങി നിൽക്കുമ്പോൾ ബൈബിളിൽ നമ്മൾ ഔസേപ്പ് പിതാവിൻ്റെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിവാഹ നിശ്ചയം നമ്മൾ കാണുന്നുണ്ട്. ആ സമയത്ത് എപ്രകാരമാണ് ഒരു വരൻ ആയിരിക്കേണ്ടതെന്ന് ഔസേപ്പ് പിതാവ് കാണിച്ചു തരുന്നുണ്ട്. അവിടെ നാം കാണുന്നുണ്ട്, വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഭാര്യ ഗർഭിണിയാണ് എന്നറിയുമ്പോൾ ഔസേപ്പ് പിതാവ് അവളെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു. സത്യത്തിൽ അവളെ അപകീർത്തിപ്പെടുത്താതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവളെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് പ്രകാരം ചെയ്തത്. ഒരു പുരുഷൻ എപ്രകാരമായിരിക്കണമെന്ന് ഔസേപ്പ് പിതാവ് കാണിച്ചു തരികയാണ്. ഭാര്യയെ അപകീർത്തിപ്പെടുത്താതിരിക്കുക, അവളെ സ്നേഹിക്കുന്ന നല്ലൊരു വ്യക്തിത്വമാകുക. സത്യത്തിൽ അതിനെയാണ് ഒരു പുരുഷന്മാരും ഭർത്താക്കന്മാരും ചെയ്യേണ്ടത്. കുറവുകളുള്ള പോരായ്മകളുള്ള വ്യക്തികളാണ് നമ്മളെല്ലാവരും. പക്ഷെ ആ കുറവുകളിൽ മറ്റുള്ളവരെ നമ്മൾ അപമാനിതമാക്കാൻ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കുക, അല്ലെങ്കിൽ അപ്രകാരം ചെയ്യാതിരിക്കുക. ഒന്നാമത് പുരുഷൻ അല്ലെങ്കിൽ ഭർത്താവ് ചെയ്യേണ്ട ഒന്നാമത്തെ കടമയാണ്. രണ്ടാമത് ഔസേപ്പ് പിതാവ് കാണിച്ചത് ഏറ്റവും വലിയൊരു മാതൃകയാണ്. അവൻ കുടുംബത്തിൽ വിശ്വസ്തനായിരുന്നു. വിശ്വസ്തനായെന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ എല്ലാവിധ കാര്യങ്ങളും നോക്കാൻ വേണ്ടി തൽപരനായിരുന്നതാണ്. ഒരു ഭർത്താവിൻ്റെ ഏറ്റവും വലിയ കടമയാണ് കുടുംബത്തിൽ വിശ്വസ്തനായിരിക്കുക, ഭാര്യയ്ക്ക് വിശ്വസ്തനായിരിക്കുക. ആ ഒരു സമൂഹം നമ്മൾ കെട്ടിപ്പടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു പുണ്യം കൂടി ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവാകാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മുടെ വിവാഹം കഴിക്കാൻ പോകുന്ന എനിക്കും ഉണ്ടായിരിക്കട്ടെ. അപ്പം പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അമ്മ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് തൻ്റെ ദൗത്യം ഏറ്റെടുക്കുന്നു, അല്ലെങ്കിൽ മാലാഖയുടെ സന്ദേശം സ്വീകരിക്കുന്നു. അതിൽ അനുകൂലം ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയൊരു പുണ്യമാണ് ഇഷ്ടം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ ഇഷ്ടം, അല്ലെങ്കിൽ എന്താണ് ഭർത്താവിൻ്റെ ഇഷ്ടമോ തിരിച്ചറിയുക. അത് അപ്രകാരം ഇതാ കർത്താവിൻ്റെ ദാസി, അല്ലെങ്കിൽ അങ്ങയുടെ ഇഷ്ടം പോലെ ആകട്ടെ, എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടം എന്താണ്, അല്ലെങ്കിൽ എൻ്റെ പുരുഷൻ്റെ ഇഷ്ടം എന്താണ്. അപ്പോൾ അത് തന്നെയാണ് ഒരു ഭാര്യമാർക്കുണ്ടാകുന്നത്. ഇഷ്ടം കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുക. പലപ്പോഴൊക്കെ നമ്മുടെ ഇഷ്ടം, പല കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഞാൻ ആണ്, അല്ലെങ്കിൽ ഞാൻ തീരുമാനിക്കും, അല്ലെങ്കിൽ എൻ്റെ രീതിയിൽ പോകണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇഷ്ടമല്ല, അത് തീർച്ചയായിട്ടും അത് നമ്മുടെ ഇഷ്ടം നിറവേറാമെന്ന രീതിയിൽ നമ്മൾ പെരുമാറുന്നു. പക്ഷെ അവിടെ അങ്ങനെയല്ല. കർത്താവിൻ്റെ ഇഷ്ടം, അല്ലെങ്കിൽ നമ്മുടെ ഈ കുടുംബത്തിൻ്റെ ഇഷ്ടം പ്രകാരമായിരിക്കും, കുടുംബത്തിൻ്റെ നന്മയ്ക്ക് പ്രകാരം പെരുമാറണം. അപ്പോൾ ആ ഒരു പുണ്യം ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ബൈബിളിൽ പഴയ നിയമത്തിൽ കാണുന്നുണ്ട് ഉടമ്പടി എന്നുള്ളത്, കമ്മിറ്റ്മെൻറ്റ്. അത് ഇസ്രായേലും ദൈവവും തമ്മിലൊരു കമ്മിറ്റ്മെൻറ്റാണ്. ആ കമ്മിറ്റ്മെൻറ്റിൽ എൻ്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനും മറ്റു ദൈവം ഉണ്ടാകാൻ പാടില്ല. ദൈവം ഇസ്രായേലുമായിട്ട് ബന്ധിപ്പിക്കുന്ന, അല്ലെങ്കിൽ വെക്കുന്ന ഏറ്റവും വലിയൊരു ഉടമ്പടി. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഉടമ്പടി കുടുംബജീവിതത്തിലുമുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നിങ്ങളെ യോജിപ്പിക്കുന്നത് ഇന്ന് മുതൽ മരണം വരെ നിങ്ങൾ വേർപെടാതിരിക്കുക. അത് ഏറ്റവും വലിയൊരു ഉടമ്പടിയാണ്. അതൊരു കമ്മിറ്റ്മെൻറ്റാണ്. തീർച്ചയായിട്ടും അപ്രകാരം ഒരു കമ്മിറ്റ്മെൻറ്റ് നമ്മൾ ദൈവവുമായിട്ട് വെക്കുന്ന ഒരു നിമിഷം, അതിനുവേണ്ടി ഒരുങ്ങുന്നൊരു സമയമാണ്. ഈ ഒരു സമയമൊക്കെ അതിനെ ആലോചിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ഒരുങ്ങപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. അപ്പം അതുകൊണ്ട് കുടുംബത്തിൽ ആ ഒരു അനുഗ്രഹവും പ്രത്യേകമായിട്ട് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പം ഞാൻ ഈ ദിവസങ്ങളിൽ കണ്ട ഒരു ചെറിയൊരു ചിത്രത്തിൽ, ഒരു തമിഴ് ചിത്രമാണ്. അപ്പം അതിനകത്ത് ഒരു കണ്ടന്റ് ഇതാണ്. അതായത് ഭാര്യ ഭർത്താവ് അവർ വിവാഹബന്ധം വേർപെടുത്താൻ വേണ്ടി കൗൺസിലിംഗ് എത്തുകയാണ്. കൗൺസിലിങ്ങിൽ വന്ന സമയത്ത് കൗൺസിലർ അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തോട് പറയുകയാണ്, ഞങ്ങൾ വിവാഹബന്ധം വേർപെടാൻ വേണ്ടി പോവുകയാണ്. അപ്പം ആ കൗൺസിൽ ചെയ്യുന്ന ആൾ നൽകുന്ന ഒരു ഉപദേശം, നിങ്ങളുടെ ജീവിതത്തിൽ 3 ലവ് ലാംഗ്വേജ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അവർ ചോദിക്കുന്നത് എന്താണ് ഈ 3 ലവ് ലാംഗ്വേജ്. തീർച്ചയായിട്ടും അതും ഒരു ഉപദേശമായിട്ട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വിവാഹത്തിൽ നമ്മൾ ഇഷ്ടമുള്ള, അല്ലെങ്കിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട 3 ലവ് ലാംഗ്വേജ്. ഫസ്റ്റ് അദ്ദേഹം പറയുന്ന ടൈം.
സമയം ജീവിതത്തിലെ ഏറ്റവും വലിയ ലവ് ലാംഗ്വേജാണ്. നമ്മൾ കുടുംബജീവിതത്തിൽ ഒരുങ്ങുമ്പോഴും അല്ലെങ്കിൽ അത് ആയിരിക്കുന്ന സമയത്തും ടൈം സ്പെൻഡ് ചെയ്യുക. നമ്മൾ മറ്റു പല കാര്യങ്ങൾക്ക് നമുക്ക് ഒത്തിരി സമയമുണ്ട്, പക്ഷേ കുടുംബത്തിൽ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി എന്തുമാത്രം സാധിക്കുന്നു? ടൈം വിത്ത് യുവർ പാർട്ട്ണർ, അത് ജീവിതത്തിൽ ആവശ്യമുള്ളൊരു കാര്യമാണ്. അത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ പല കാര്യങ്ങളും തിരക്ക് പിടിച്ച് നടക്കുന്ന സമയമാണ്. പക്ഷേ ആ ടൈം വിത്ത് യുവർ പാർട്ട്ണർ, അത് ഏറ്റവും വലിയൊരു ടൈം ജീവിതത്തിൽ ആവശ്യമുള്ളൊരു കാര്യമാണ്. രണ്ടാമതായിട്ട് ലവ് ലാംഗ്വേജ് ആയിട്ട് പറയുന്ന അപ്രിസിയേഷൻ. ഭാര്യയുടെ ബർത്ത്ഡേ ഓർത്തിരിക്കുക, ഭർത്താവിൻ്റെ ബർത്ത്ഡേ ഓർത്തിരിക്കുക, ആ സമയത്ത് ചെറുതായിട്ടൊക്കെ ഒന്ന് ബർത്ത്ഡേക്ക് വിഷ് ചെയ്യുക. അതുപോലെ തന്നെ ചില കുറവുകളൊക്കെ വന്നാൽ, ഒരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ രുചി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ, ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് അപ്രിസിയേറ്റ് ചെയ്യുക. അത് തെറ്റാണെങ്കിലും ഒന്ന് അംഗീകരിക്കാൻ വേണ്ടി, തെറ്റുകൾ കണ്ട് കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ ഉപരി ഒന്ന് അപ്രിസിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേകമായിട്ടുള്ളൊരു പുണ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അവസാനമായിട്ട് പറയുന്നത് ലവ് ലാംഗ്വേജ് ടച്ച്. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോസിറ്റീവായിട്ട് നമ്മൾ പലപ്പോഴൊക്കെ ഒന്ന് ചില കാര്യങ്ങൾക്ക് ഒന്ന് ഹഗ് ചെയ്യാൻ വേണ്ടി, ചില തെറ്റിപ്പോയാലും ഒന്ന് പ്രത്യേകമായിട്ട് ആശ്ലേഷിക്കാൻ വേണ്ടി ഒക്കെ അപ്രകാരം ഒരു വലിയൊരു സ്നേഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ 3 ഒരു ലവ് ലാംഗ്വേജിനെ പ്രത്യേകം പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഈ 3 ലവ് ലാംഗ്വേജ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. തീർച്ചയായും അവരുടെ ജീവിതത്തിൽ അവർ ചിന്തിക്കുകയാണ്, റീതിങ്ക് ചെയ്യുകയാണ്, അവർ വീണ്ടും തിരിച്ചു വരികയാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മളും ഒരു തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ജീവിതത്തിൽ എന്തുമാത്രം ടൈം സ്പെൻഡ് ചെയ്യുന്നു, എന്തുമാത്രം എൻ്റെ ഭാര്യയെ ഞാൻ സ്നേഹത്തോടെ ഹഗ് ചെയ്യുന്നു, അല്ലെങ്കിൽ ടച്ചിലൂടെ അവളെ സ്നേഹിക്കുന്നുണ്ട്. അതിനേക്കാളുപരി അവളുടെ കുറവുകളിൽ അവളെ സ്നേഹിക്കാൻ വേണ്ടി, അപ്രിസിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കൂടെ നിങ്ങൾ ചിന്തിക്കുക. പ്രത്യേകമായിട്ട് നിങ്ങൾ ഒരുങ്ങുക. നിങ്ങളുടെ ഈ ഒരു സമയം പ്രാർത്ഥനയുടെ സമയമാണ്. കൂടുതൽ നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയും ഒരുങ്ങാൻ വേണ്ടിയും ജീവിതത്തിൽ നന്മ ആഗ്രഹിച്ചുകൊണ്ട് ഒന്ന് ആരംഭിക്കുന്ന, അല്ലെങ്കിൽ ഇനി ആരംഭിക്കാൻ പോകുന്ന വിവാഹ ആരംഭിക്കാൻ പോകുന്ന ജീവിതം ധന്യമായി തീരാൻ വേണ്ടിയും മറ്റുള്ളവർക്ക് മാതൃകപരമായിട്ടുള്ള ജീവിതം നയിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കട്ടെ. അതിനെല്ലാവരും ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളും പ്രത്യേകമായിട്ട് ഒരുങ്ങുക. എല്ലാ കുടുംബങ്ങൾക്കും പ്രത്യേകമായിട്ട് അനവൻ്റെയും അനക്കയുടെയും കുടുംബാംഗങ്ങൾക്കും പ്രത്യേകമായിട്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുകയാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ ഭക്തിയോടും കൂടി വിവാഹ വാഗ്ദാനത്തിന് ഒരുങ്ങി നിൽക്കുന്ന ഈ ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിവാഹ വാഗ്ദാനം ചെയ്യുന്ന ഈ ദാസനെ ആശീർവദിക്കുകയും ചെയ്യുന്ന വാഗ്ദാനം അനുസരിച്ച് വിവാഹിതരാകുവാനുള്ള കൃപ നൽകുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിലും ഹൃദയ വിശുദ്ധിയിലും അധിഷ്ഠിതമായ വിവാഹ ജീവിതം നയിക്കുവാൻ ഇവരെ സജ്ജരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തീയ കുടുംബ ജീവിതത്തിലെ കടമകൾ മനസ്സിലാക്കി വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹമെന്ന കൂദാശബന്ധങ്ങൾ തമ്മിലും ദൈവവുമായി നടത്തുന്ന ഉടമ്പടിയും മരണം വരെ നിലനിൽക്കുന്ന ബന്ധവുമാണെന്ന ബോധ്യത്തോടെ അത് സ്വീകരിക്കാൻ ഈ ദാസരെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഹൃദയമായ കർത്താവേ, ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹ വാഗ്ദാനം ചെയ്യുവാനായി തിരുമുമ്പിൽ നടന്നിരിക്കുന്ന അങ്ങയുടെ ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. ഇവരുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാനും അങ്ങേക്ക് പ്രീതികരമായ ജീവിതം നയിക്കുവാനും വേണ്ട അനുഗ്രഹം ഇവർക്ക് നൽകണമേ. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും കാത്തു രക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ഇരുഭാഗത്തുനിന്നുള്ള സാക്ഷികൾ മുൻപോട്ട് നിൽക്കുക. നിക്കി ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും കൂടെ പൂർണ്ണമായ സമ്മതത്തോടും കൂടെ മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടി അനുസരിച്ച് വിവാഹമെന്ന കുദാശയിലൂടെ മെറിനെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? മെറിൻ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടി അനുസരിച്ച് വിവാഹമെന്ന കുദാശയിലൂടെ നിക്കിയെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? സാക്ഷികളോട് ഈ വിവാഹത്തിന് നിങ്ങൾ സാക്ഷികളാണല്ലോ. വിവാഹ വാഗ്ദാനം നടത്തിയ നിങ്ങളെ നിക്കി മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും
ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. നിർമ്മല വധുവായി സ്വീകരിച്ച കർത്താവായ മിശിഹായ വിവാഹ വാഗ്ദാനം ചെയ്ത ഈ ദാസരുടെ മേൽ അങ്ങേ കാരുണ്യത്തിൻ്റെ വലം കൈ നീട്ടണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെയും തിരുകുടുംബത്തിൻ്റെ നാഥയായ മാർ യൗസേപ്പിൻ്റെയും ഞങ്ങളുടെ പിതാവായ ബർത്തോമാസ്ലിഹായുടെയും പ്രാർത്ഥന ഇവരുടെ വാഗ്ദാനത്തെ സഫലമാക്കട്ടെ. സകല വിശുദ്ധരുടെയും ശിഷ്യ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും ആദ്യസ്ഥം ഇവർക്ക് സംരക്ഷണവും സഹായവുമായിരിക്കട്ടെ. സകലത്തിൻ്റെയും നാഥാം എന്നേക്കും ആമേൻ. ദൈവത്തിൻ്റെ പരിപാലനയിൽ നിങ്ങൾ ചെയ്ത ഈ വാഗ്ദാനത്തെ അവിടുന്ന് തൻ്റെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന് കൽപ്പനയാൽ സുരക്ഷിതമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രാഹത്തെയും സാറായെയും ഇസ്ഹാക്കിനെയും റബേക്കയെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിൻ്റെ ഐക്യത്തിലും മുദ്രിതമാകട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടെ വിവാഹമെന്ന കൂതാശയ്ക്കായി അണയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളുടെ സ്നേഹത്തിൽ വളർത്തി മാതാപിതാക്കന്മാരെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. As long as we are together, there's nothing we can't do. So stay close to me, and I'll stay there too. There's some things that I can do without, but something's not you. To this feeling that I'm feeling, and I can't believe that your love has come to me, and forever I'll hold on
നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അനുവിൻ്റെയും നിക്കിയുടെയും എൻഗേജ്മെന്റ് ഫംഗ്ഷന് വേണ്ടിയിട്ടാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെ എല്ലാവരെയും ഈ എൻഗേജ്മെന്റ് ഫംഗ്ഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് അനുവിനെയും നിക്കിനെയും അവരുടെ ഫാമിലീസിനെയും ഹാളിലേക്ക് സ്വാഗതം ചെയ്യാം. ഒരു നല്ല കയ്യടിയോടെ അവരെ നമുക്ക് ഹാളിലേക്ക് സ്വാഗതം ചെയ്യാം. പ്ലീസ് ഒരു നല്ല കയ്യടി കൊടുക്കാം. Colors and promises, how to be brave, how can I love when I'm afraid to fall, but watching you stand alone, all of my doubt suddenly goes away somehow. വിവാഹത്തിന് മുന്നോടിയായ മനസ്സമ്മതത്തിൽ ഇവർ രണ്ടുപേരും എത്തിച്ചേർന്നിരിക്കുകയാണ്. ആൻഡ് അവരൊരു മിക്സ്ഡ് ഇമോഷൻസിലായിരിക്കും. സോ അനു ആൻഡ് നിക്കി, എനിക്ക് നിങ്ങളോടാണ് ചോദിക്കാനുള്ളത്, വാട്ട് ഡു യു ബോത്ത് ഫീൽ നൗ? നമുക്ക് മുന്നോട്ട് നോക്കുമ്പോൾ അറിയാം, ഇതുവരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, നിയർ ആൻഡ് ഡിയർ വൺസ് എല്ലാവരാലും ഈ ഹാൾ ഇപ്പോൾ സറൗണ്ടഡ് ആണ്. സോ വാട്ട് ഡു യു ഫീൽ നൗ? ലെറ്റ്സ് ബിഗിൻ വിത്ത് അനു. I feel so blessed, so grateful to find my better half and to have all my family, friends, all of our loved ones here. Thank you for everyone to coming and supporting us today. Okay, Nikki, what do you feel now? I feel excited, blessed, and I am thankful to God for this beloved partner that I have received. So I am thankful in God. Let's give them a big round of applause. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവരെ രണ്ടുപേരെയും നല്ലതുപോലെ അറിയാം. ബട്ട് എന്നിരുന്നാൽ കൂടിയും അവരെ കുറിച്ചൊരു ക്വിക്ക് ഇൻട്രോ ഞാൻ നൽകാം. സ്റ്റാർട്ടിംഗ് വിത്ത് അവർ ബ്യൂട്ടിഫുൾ ബ്രൈഡ് അനു. മുട്ടത്തുപാടം കുടുംബത്തിലെ ബോബി തോമസിന്റെയും ഉഷ ബോബിയുടെയും മകളാണ്. ഷി കംപ്ലീറ്റഡ് ഹർ MBBS ഫ്രം USA and is currently settled in New York. Moving on to our handsome groom Nikki. തുരുത്തേൽ ഫാമിലിയിലെ ഡോക്ടർ TV സെബാസ്റ്റ്യന്റെയും മിസസ് ഡയാന സെബാസ്റ്റ്യന്റെയും മകനാണ്. നിക്കി is a medical doctor. He completed his MBBS from Georgia and MD from UK. മൂവിങ് ഓൺ, ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ചടങ്ങുകൾ ബാക്കിയാണ്. പക്ഷേ നമ്മുടെ സ്റ്റേജ് ഇപ്പോൾ ഇൻകംപ്ലീറ്റ് ആണ് വിത്തൗട്ട് ദെയർ ഫാമിലീസ്. ആസ് വി ഓൾ നോ, മാരേജ് ഇസ് നോട്ട് ജസ്റ്റ് ദ യൂണിയൻ ഓഫ് ടു ഹാർട്ട്സ്, ഇറ്റ്സ് ദ യൂണിയൻ ഓഫ് ടു ഫാമിലീസ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ ഫാമിലീസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് ബിഗിൻ വിത്ത് ദ ബ്രൈഡ്സ് ഫാമിലി. Anu's father, Mr. Bobby Thomas, is currently working as an IT director for the New York City Mayor's office. And mother Usha Bobby, she is currently working as an instructor at North Shore University Hospital, New York. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെയും ഒരു നല്ല കയ്യടിയോടെയും ബോബി അങ്കിളിനെയും ഉഷ ആന്റിനെയും നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഒരു നല്ല കയ്യടി കൊടുക്കാം. Anu has got a charming brother, Akhil Bobby. He completed his MS in Biological Sciences and is currently working his MD in New York. So, ഒരു നല്ല കയ്യടിയോടെ നമുക്ക് അഖിലിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ ഗ്രൂമിന്റെ ഫാദർ ഡോക്ടർ TV Sebastian, retired Deputy Director of the Kerala State Health Department, and mother Mrs. Diana Sebastian, a devoted homemaker. നമുക്ക് നിക്കിയുടെ സിബ്ലിംഗ്സിനെ സ്വാഗതം ചെയ്യാം. Nikki's elder sister, Dr. Neebu, an accomplished oral implantologist. So നിക്കിയുടെ elder brother, Mr. Nicho Sebastian, serving as an IT infrastructure manager. സ്നേഹമുള്ളവരെ, നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് ഇവിടെ ഈ എൻഗേജ്മെൻ്റ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കാരണം ഇവരെല്ലാം നമുക്ക് പ്രിയപ്പെട്ടവരാണ്. ഞാൻ കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട്
ബോബിയെയും ഉഷയെയും അനുവിനെയും അഖിനെയും ഒക്കെ പരിചയപ്പെടുന്നതാണ്. ഞാൻ അവരുടെ അടുത്തുള്ള പള്ളിയിൽ കുറേ വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. ആ പരിചയമാണ്. മിക്കവാറും അവരുടെ വീട്ടിലൊക്കെ പോവുകയും നല്ല ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനിന്ന് അവർക്കൊരു ആശംസ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാനിന്ന് വയനാട്ടിൽ നിന്നാണ് വരുന്നത്. വന്ന വഴിക്ക് നമുക്കറിയാം കേരളത്തിലൊക്കെ റോഡ് പണികൾ നടക്കുന്ന സമയമാണ്. ഒരു കവലയ്ക്ക് ഉണ്ടായിരുന്ന ഒരു ഗാന്ധിജിയുടെ പ്രതിമ ഒരു JCBയിലെടുത്ത് ഒരു ട്രാക്ടറെ കയറ്റി കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു. ഒരു ഗാന്ധിജിയുടെ പ്രതിമ ഒരു നാൽക്കവലയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രതീകമാണ്. ഒരു പ്രതിമയെന്ന് പറഞ്ഞാൽ ഒരു പ്രതീകമാണ്. സത്യത്തിൻ്റെയും വിനയത്തിൻ്റെയും ത്യാഗത്തിൻ്റെയൊക്കെ ഒരു പ്രതീകമാണ് ഗാന്ധി പ്രതിമ എന്ന് പറയുന്നത്. അത് പലപ്പോഴും എടുത്ത് മാറ്റിക്കളയുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് കുറേ മൂല്യങ്ങളാണ്. പിന്നെ നമ്മുടെ തലമുറ, അടുത്ത തലമുറ അതിനെ ഓർത്തൊന്നും വരികയില്ല. ഞാനത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം, ഇവിടെ മാതാപിതാക്കളൊക്കെ നമുക്ക് ഒരു പ്രതീകമാണ്. ഈ ഗാന്ധിജിയെ പോലെ മക്കൾക്കൊരു പ്രതീകമായിട്ട് മാറുന്നവരാണ്. അവർ സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഒക്കെ പ്രതീകങ്ങളായിട്ട് നിങ്ങൾ ഓരോ മാതാപിതാക്കളും ഇവിടെ നിൽക്കുന്നത്. മക്കളെ വളർത്തുന്നത് അങ്ങനെയാണ്. അങ്ങനെ വളർത്തി വന്ന ബോബിയും ഉഷയും കൂടി വളർത്തിയ ഒരു മകളാണ് അനു. മകനാണ് അഖിൽ ഇവിടെ നിൽക്കുന്നത്. വളരെ നല്ല ഒരു കുടുംബം, വളരെ സ്നേഹമുള്ളൊരു കുടുംബം. അവരെ ഇവിടെ വെച്ച് കാണാനും ഈ ആശംസകൾ പങ്കെടുക്കാനും എനിക്ക് സാധിച്ചുള്ള സന്തോഷമുണ്ട്. ഇവർക്ക് അനുവിനും നിക്കിക്കും കുടുംബത്തിനും നിങ്ങൾക്കെല്ലാവർക്കും ഈ അവസരത്തിൽ നല്ല ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. നമുക്കൊരുമിച്ച് ഒരു പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമുക്ക് ഇവരെ ആശംസകൾ അറിയിക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. നമുക്ക് ഈ പ്രാർത്ഥന. സ്വർഗപിതാവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനും സ്നേഹത്തിനും ഞങ്ങൾ നന്ദി പറയുകയാണ്. അങ്ങ് മനുഷ്യനെ സൃഷ്ടിച്ചു, അവന് വേണ്ട പങ്കാളിയെ കണ്ടെത്തുന്നു. അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്ന ലോകത്തിൽ ഇന്നിവിടെ ഞങ്ങൾ കൂടിയിരിക്കുന്നത് നിക്കിയുടെയും അനുവിൻ്റെയും എൻഗേജ്മെൻറ്റ് പരിപാടിയിൽ പങ്കെടുക്കുവാനാണ്. അവരെ സ്നേഹത്തിലും ത്യാഗത്തിലും വിശ്വസ്തയോടും മുന്നോട്ട് പോകുന്നതിനുള്ള കൃപയും അനുഗ്രഹവും കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ ഇടയ്ക്ക് ഉണ്ടാകാവുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള ശക്തിയും ധൈര്യവും കരുണയും അവർക്ക് കൊടുക്കണമേ കർത്താവേ. ഈ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിച്ച് ഈ പരിപാടിയെയും ഇവിടെ പങ്കെടുക്കുന്നവരെയും ഇനിയുള്ള മുന്നോട്ടുള്ള അവരുടെ വിവാഹ കർമ്മങ്ങളെയും എല്ലാം അനുഗ്രഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവ് വിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. God bless you. God bless you. God bless you. Let's begin with the lamp lighting ceremony. Christian weddings-ൽ lamp lighting signify ചെയ്യുന്നത് ദൈവത്തിന്റെ സാന്നിധ്യത്തെയാണ്. സോ lamp lighting-നായി നമ്മുടെ ബ്രൈഡിനെയും ഗ്രൂമിനെയും അവരുടെ ഫാമിലീസിനെയും വെൽക്കം ചെയ്യുന്നു.
விரல் சுடும் கண்ணே நான் தீ வரைந்தால் புள்ளி சேர்ந்து ஓவியம் உள்ளம் சேர்ந்து உள்ளம் சேர்ந்து காவியம் கோடு கூட ஓவியத்தின் பாகமே கூட கூட காதல் என்று ஆகுமே ஒரு வாரம் வரைய நீல வண்ணம் நம் காதல் வரைய என்ன வண்ணம் என் வெக்கத்தில் திரள் தொட்டு விரல் ஏதும் போல் கொண்டு நம் காதல் வரையோமே வாசம் புறப்படும் பெண்ணே நான் பூவரைந்தால் தீ வந்து விரல் சுடும் கண்ணே நான் தீ வரைந்தால் உயிர் அல்லதெல்லாம் உயிர் கொள்ளும் என்றால் உயிருள்ள நானோ என்னாகுவேன் உயிர் வாங்கிடும் ஓவியம் நீடி
worship